പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ ദിവസമാണ്. ശനിയാഴ്ച നവംബർ 16 നമ്മൾ ശനിയാഴ്ച ഞായറാഴ്ചയുടെ അടുത്ത് ഒരു ഒരുക്ക ദിവസമായിട്ട് വരുന്നത് കാരണം നമുക്കൊരു ആധ്യാത്മിക പരിവേഷമുള്ള പ്രത്യേക ദിവസമാണ്. എൻ്റെ അപ്പനൊക്കെ ശനിയാഴ്ച ഒരിക്കലും മുടക്കിയിട്ടുണ്ട്. അതിന് അപ്പം മരിക്കാൻ നേരത്തും ബോധം പോയി 23 ദിവസം കിടന്നിട്ട് അമ്മ അമ്മ എന്ന് വിളിച്ചാണ് അപ്പം മരിക്കുന്നത്. അത് രാവിലെ 10 മണിക്ക് വിളിക്കാൻ തുടങ്ങിയത് ഓർമ്മയില്ലാതെ 3 മണി വരെ വിളിക്കുമായിരുന്നു. ഞാൻ പിന്നീട് 5 ദിനങ്ങൾ ധ്യാനം നടത്തിയ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞ്, നിൻ്റെ അപ്പം മരിക്കാൻ നേരത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴാണ് ഞെട്ടിപ്പോയത്. കാര്യം അമ്മയുടെ ദിവസം അപ്പം കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പള്ളിയിൽ നിന്ന് വന്നിട്ട് അപ്പം നീലൊക്കെ വന്ന് മാത്രമേ ഉപയോഗിക്കത്തുള്ളായിരുന്നു. പള്ളിയിൽ നിന്ന് വന്നിട്ട് വേലിയിൽ നിന്ന് ചെമ്പരപ്പ് എടുത്ത് അമ്മയെടുത്ത് കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. അമ്മയുടെ രൂപം ഉണ്ടായിരുന്നു, കുറുതു മാതാവിൻ്റെ. ശനിയാഴ്ചയ്ക്ക് അപ്പന് ഇഷ്ടമുള്ള സമയത്തൊക്കെ ധർമ്മക്കാരോ അപ്പം വിളിച്ച് വരുത്തി കൊണ്ട് ഊണ് കൊടുക്കുമായിരുന്നു. അമ്മയോടൊരു ബന്ധം എന്ന് പറയുന്നത് വേറൊരു ബന്ധമാണ്. നമ്മൾ വിശ്വാസ ബന്ധത്തെക്കാളുപരി ഒരു സ്വകാര്യ സ്നേഹബന്ധമാണത്. എപ്പോഴും ഒരു ആത്മബന്ധത്തിലേക്ക് വരാൻ നോക്കണം. ഓക്കെ, രസം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഓർത്ത് പ്രാർത്ഥിക്കണം. സ്വന്തം നിയോഗം സമർപ്പിക്കുക. ഇന്നത്തെ നിയോഗം: യാത്ര, ജോലി, കടപ്പാട്, ഉത്തരവാദിത്തം, സന്ദർശനം, കൊടുക്കവാങ്ങലുകൾ, ഏതെങ്കിലും മീറ്റിങ്ങിൽ സംസാരിക്കാനുണ്ടെങ്കിൽ അത്, അയൽക്കൂട്ടം പോലുള്ള സംരംഭങ്ങളിൽ പങ്കെടുക്കാനുണ്ടെങ്കിൽ അത്, അവിടെ പറയാനുള്ള കാര്യങ്ങൾ, ചെയ്യാനുള്ള കണക്കുകൾ, എവിടെ എന്ത് ഉത്തരവാദിത്വത്തോടെ നിന്നെ സമൂഹം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ദൈവമഹത്വത്തിനായി ചെയ്യാൻ വേണ്ടി, സന്തോഷത്തോടെ ചെയ്യാൻ വേണ്ടി, അതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യണം. എല്ലാം സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശകവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈശോ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുകയാണ്. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതിനുള്ള ആമേൻ എന്ന് പറയണം. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ആമേൻ എന്ന് പറയണം. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥമാണ്, നമ്മളത് അംഗീകരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളുടെ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി ലോകം മുഴുവനും ഓരോ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിൽ നിൽക്കുകയാണ്. അവരുടെ എല്ലാ ജീവിത മണ്ഡലങ്ങൾ വ്യത്യസ്തമാണ്, ഒരിക്കലും പരസ്പരം പൂരകമല്ല. വളരെ വ്യതിരിക്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. കർത്താവേ, യേശുക്രിസ്തു എല്ലാമാണെന്ന് ഞങ്ങൾ കൊളോസ്യസ് 3:11 ഞങ്ങൾ വായിക്കുന്നുണ്ട്. അതനുസരിച്ച് കൊണ്ട് കർത്താവ് എല്ലാ മേഖലകളിലും എല്ലാമാകാൻ, കർത്താവിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ആവസിക്കാൻ, അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി അമ്മ പറയുന്ന വെളിപാട് വചനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്ര തുടങ്ങുന്ന സ്ഥലം തൊട്ട് ഡെസ്റ്റിനേഷൻ വരെയുള്ള സ്ഥലങ്ങളിലെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അവരെടുക്കേണ്ട രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, കർത്താവെ, പല പല സംരംഭങ്ങൾക്ക് വേണ്ടി, തൊഴിലിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഉദ്യമങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒത്തിരി ഉദ്യമം നടത്തിയിട്ട് പരാജയപ്പെട്ടിട്ട് ഇനി മനസ്സിടിഞ്ഞ് എവിടെ പോകാനാണ്, ചത്ത് കളയാന്നൊക്കെ സ്വന്തമായിട്ടൊക്കെ വിചാരിച്ച് മറ്റുള്ളവരുടെ ഓരോരുത്തർക്കും ഓരോരോ കാര്യം നടത്തുമ്പോൾ ദൈവം നമുക്ക് നടന്നില്ലെന്നോർത്ത് വരുത്തിക്കുന്നുണ്ട്. കല്യാണം നടക്കുമ്പോൾ വിഷമമാണ്, കാര്യം നമ്മുടെ കല്യാണം നടക്കണില്ല. മറ്റവർക്ക് ജോലി കിട്ടുമ്പോൾ നമുക്ക് വിഷമമാണ്, കാര്യം നമ്മുടെ കാര്യം നടന്നിട്ടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിടിഞ്ഞ് എന്നാത്തിനാ പുറത്തിറങ്ങാത്ത ആൾക്കാരുണ്ട്. ഈശോയെ, പള്ളിപ്പോലും പോകുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല, കല്യാണം നടന്ന, ജോലി കിട്ടിയ, ഇങ്ങനെ ഇവിടെ ഇല്ലായിരുന്നല്ലേ, എവിടെ ഇരുന്ന്, ഇപ്പോൾ ഒന്നും ആയില്ലേ, ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യം, ക്ഷേമാന്വേഷണങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ ചങ്കിന് കുത്തണ പോലെയുള്ള വേദന അനുഭവിക്കുന്നുണ്ട് ഈശോയെ. പലതരത്തിൽ വേദന. അതാണ് ഹെൽപ്പ് ദോസ് ഹു ഹാവ് കൈൻഡ് ഓഫ് ട്രാവൽസ് എന്നങ്ങ് പറഞ്ഞത്. എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം നീ സന്ധിക്കണം പ്രാർത്ഥിച്ചു. ഈ ഒരു പ്രാർത്ഥന അതിനു വേണ്ടിയാണ് നീ ചെയ്തത്. അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ 20ാമത്തെ വർഷത്തിലാണ് ഈ പ്രാർത്ഥന തുടങ്ങിയത്. അനുദിന അനുഗ്രഹ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടി ജനകോടികൾക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിട്ട് അവരെല്ലാം അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായി മാറാൻ വേണ്ടി ഇപ്പോൾ വേദനിക്കുന്നവർ, വിഷമിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, രോഗികൾ, പീഡിതർ, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ, പെൺമക്കളെല്ലാം വളർന്നു വന്നവർക്ക് ജോലിയില്ലാത്തവർ, അതേസമയം തന്നെ ഒരു തരത്തിലും അവർക്ക് മാന്യമായ ജീവിതം കുടുംബത്തിൽ തന്നെ കൊടുക്കാൻ പറ്റാതിരിക്കുന്നവർ, പലതരത്തിലും വിഷമം അനുഭവിക്കുന്നവരുണ്ട് ഈശോയെ. മാതാപിതാക്കന്മാർ തുഴഞ്ഞ് കരയേറി അക്കരെ ജീവിതത്തിൻ്റെ അക്കരെ എത്താൻ വേണ്ടി തുഴച്ചില്ലേ, കൈയും കാലം തളർന്നു പോയിട്ട് കിടപ്പിലായി പോയവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്, എന്ത് ചെയ്യുമെന്നറിയാൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. ആർക്കും ഉത്തരവില്ല. എന്നിട്ട് അവസാനം മക്കൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാതെ അവർ ഇറങ്ങി നടക്കുന്നവരുണ്ട്. ഇറങ്ങി നടന്ന് കുറച്ച് നടന്നിട്ട് അവർ ആരെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു വരും. അപ്പം ഇങ്ങനെ വളരെ അങ്കപ്പാട് അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഇന്ന് ഓർക്കണം, അവരെല്ലാം നീ സന്ധിക്കണം. അവർക്ക് വേണ്ടിയെല്ലാം പറ്റുന്നത്ര എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും സഹായിക്കാനും ദൈവത്തിൻ്റെ കൃപയെ വളരാനും സുവിശേഷ സാക്ഷിയാകാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വത്തിലെ നയിക്കുക. ജോഷുവയുടെ ലേഖനമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ജോഷുവയ്ക്ക് എഴുതിയ ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ തിരുവചനം വായിച്ചോളൂ. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ, ദൈവം മോശയോട് ജോഷുവയോട് പറഞ്ഞിട്ട് ജോഷുവ ജനങ്ങളോട് പറയണതാണ്. എന്താണ്? ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. അപ്പോഴേ നമുക്ക് അപരിചിതമായ ഒരു സ്ഥലത്തേക്ക്, ഒരു ജോലി, അപരിചിതമായ ഒരു കാര്യം, ഒരു ഉത്തരവാദിത്തം
നമ്മൾ നേരത്തെ ചെയ്യാത്തൊരു കാര്യമാകാം, പുതുതായിട്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ എന്ത് പറ്റുമെന്നാണ് പറയണത്? അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന പറയണത്. നിനക്ക് വലിയ ഇപ്പോൾ ചെറിയൊരു പറയുന്നത്, അച്ഛാ ഞാൻ കരിക്ക് കച്ചവടം ചെയ്യാൻ പോകുകയാണ്, എനിക്കങ്ങനെ ചെയ്ത് പരിചയമൊന്നും ഇല്ലെന്ന് പറയും. അത് അത്രയുള്ള സംഭവം. സിമ്പിളല്ലേ? റോഡിൽ ഇരുന്ന് കരിക്ക് കിറ്റം ചെയ്യണ പരിപാടിയാണ്. നേരത്തെ ചെയ്ത് ഇത് കരിക്ക് എവിടെ നിന്നാണ് വരുന്നത് പോലും അറിയാൻ പാടില്ല. നാട്ടിൽ നിന്ന് പിരിച്ചിടാമെന്ന് വിചാരിക്കണം. ചിലപ്പോൾ അത് നടക്കത്തില്ല. കാര്യം ഒരു കരിക്ക് പിരിച്ചിടാൻ കയറണതിൻ്റെ അതിന് കൊടുക്കേണ്ട കൂലി ആ കരിക്കിനെ 10 കരിക്ക് വിട്ട് നമുക്ക് ആ ലാഭം കിട്ടത്തില്ല. അപ്പോൾ ഈ സംഭവം നമ്മൾ ചെയ്തിട്ടില്ല നേരത്തെ. അപ്പോൾ ശരി പറയും, അവിടെ നാട്ടിൽ വല്ല കരിക്കാണെന്ന് പറയും. എന്തും ആയിക്കോട്ടെ, നീ ഒരു ജോലി ചെയ്യുമ്പോൾ കർത്താവിനെ ഏൽപ്പിക്കും. അതുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവ് ഈ പണി ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല, അതെന്ത് ചെയ്യണം? അതുകൊണ്ട് പ്രൊവിഷനുണ്ട്, സ്കീമുണ്ട്. ഞാനിപ്പോൾ സ്കീം എന്നല്ല പറയണത്. ഈ വഴി ഇതിക്ക് മുമ്പ് പോയിട്ടില്ല, പക്ഷേ അതെന്ത് ചെയ്യണം? പോകേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കും, കർത്താവ് നിന്നെ സഹായിക്കുമെന്നാണ്. ഇപ്പം പുതിയ വ്യക്തികളാകാം. ആ വ്യക്തികളുമായിട്ട് നിങ്ങൾ ആദ്യം സംസാരിക്കാൻ പോയി, പക്ഷേ അപ്പം കർത്താവ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ സമർപ്പണ പ്രാർത്ഥന വേണം. നീ ഒരു നാട്ടിലൊരു പെണ്ണ് കാണാൻ പോലും വിചാരിച്ചു, ആ രാജ്യത്ത് പോലും നീ ആ സ്ഥലത്ത് പോലും നീ പോയിട്ടില്ല നേരത്തെ. അപ്പം ഇങ്ങനെ എല്ലാ സംരംഭങ്ങളും പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഒരു ആശുപത്രി പോവുകയാണ്, ഞങ്ങൾ ഈ ആശുപത്രിയിലാണ് വരുന്നത്, വേറെ ആശുപത്രിയിലാണ് പോകുന്നത്. ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നത്, ഇവിടെ എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പം ഇങ്ങനെ അപരിചിതമായ സാഹചര്യങ്ങൾ. അപ്പം ഈ വഴി ഇതിക്ക് മുമ്പ് പോയിട്ടില്ല, പോകേണ്ട വഴി ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ ടെക്സ്റ്റ് ആ വാചനം ഒന്നിൽ വായിച്ചേ. നീ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. അപ്പൊ വഴി നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. അതാണ് സംഭവം. ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപരിചിതമായ സാഹചര്യത്തിലൂടെ പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അപരിചിതമായ സാഹചര്യത്തിലൂടെ നീ പോയാലും നീ ഒറ്റക്കല്ല. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ജോഷുവ 1:9. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. അത് ഇതാണ് കണക്റ്റഡാണ്. എന്ന് കഴിഞ്ഞാൽ ഈ വഴി ഇതിക്കുമ്പോൾ നീ പോയിട്ടില്ല, നീ എവിടെ പോയാലും അപരിചിതമായ വഴിയിലൂടെ ആയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഇതിനേക്കാൾ ആവശ്യങ്ങൾ ആർക്ക് വേണം? വിശ്വാസം. നമുക്ക് ഇതുപോലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ വായിക്കാവുന്നൊരു വചനമാണ് ശരിക്കും പറഞ്ഞാൽ 32:8 സങ്കീർത്തനം. എന്താണ്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി എന്നെ ഉപദേശിക്കും. പേഴ്സണൽ ബന്ധമല്ല, മുഖത്ത് നോക്കണ ആരാണ്? നമ്മൾ അടുത്തടുത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും സതീർത്ഥനും സുഹൃത്തുമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവരാണ്. മുഖത്ത് നോക്കി നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ദൈവം അങ്ങനെ ഒരു നമ്മളെ സംരക്ഷിക്കാൻ ദൈവം അങ്ങനെ ഒരു റലത്തിലേക്ക് വരുമെന്നാണ് നിൻ്റെ മുഖത്ത് നോക്കി. അപ്പോൾ ഇതെല്ലാം ഇൻ്റർകണക്റ്റഡ് വചനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരനെ ശ്രദ്ധിക്കേണ്ട കാര്യം സത്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് അപരിചിതമാണെന്ന് വിചാരിച്ചുകൊണ്ട്, ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, ആ വഴി പോയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുകയൊന്നും ചെയ്യരുത്. കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകും, ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച്. പ്രൈസ് ദി ലോർഡ്.